അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായില്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നൊരു ഫാം ഹൗസ് നമുക്ക് പരിചയപ്പെടാം. തിരുവാലിയിലാണ് ഈ ഫാം ഹൗസ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? വെച്ചിട്ടുണ്ട്. ആദീസ് ഫാം ഹൗസ് ആണ് ഇതിന്റെ പേര്. ഇതൊരു മീനുകളാണ്. നമുക്കൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശം ഭാഗികമായി കിട്ടുന്ന രീതിയിലാണ് ഇവിടെ മറ കെട്ടിയിട്ടുള്ളത്. ഇതിലുള്ളത് ചെറിയ മീനുകളാണ്. ഈ ഫാം ഹൗസ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. മീനുകളെങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. സ്ഥലത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ തെങ്ങ്, കമുക്, വാഴ, ഒരുപാട് മരങ്ങളും പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലവ് ബേർഡ്സ്, നാടൻ കോഴി, കാട, ഗിനിക്കോഴി ഇവയൊക്കെ വളർത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാടും കോഴിയൊന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. അതൊക്കെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. മറ്റൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടുത്തെ താറാവ് കൂട്ടങ്ങൾ. ഇത് ഇവിടെ തന്നെ വളർത്തുന്നതാണ്. താറാവ് കൂട്ടം കൂട്ടമായി പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. മറ്റൊരു മീൻകുളം കാണാം. ഇത് മറ്റേ മീൻകുളത്തിൻ്റെ ഇല്ലാറ് കുറച്ച് വലുതാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള മീനുകളും കുറച്ച് വലുതായിട്ടുണ്ട്. നല്ല മനോഹരമായ കാഴ്ച തന്നെയാണിത്. രണ്ട് ഭാഗത്തായിട്ടാണുള്ളത്, റൈറ്റിലും ലെഫ്റ്റിലും. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു വഴിയുണ്ട് നമുക്ക് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലോട്ട് നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ തീറ്റിട്ടെടുക്കുന്ന സമയത്ത് അത് കൂട്ടായിട്ട് ഇങ്ങനെ ഇളകുന്നത് നമുക്ക് കാണാൻ പറ്റും.
ഇത് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇത് തീറ്റ ഇട്ടെടുക്കുന്ന സമയത്ത് മീൻ അളകുന്നതാണ് ഈ കാണുന്നത്. മൾബറിന്റെ ഇലയാണ്. ഇത് ഫിഷിന് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുമ്മ കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ജാമോളൊക്കെ മീനിനെ ഇങ്ങനെ കണ്ട് നോക്കിയിരിക്കുകയാണ്. ഈ അടുത്ത ഏട്ടന്മാര് മീനിനെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നല്ല രസമുണ്ട് മീനിങ്ങനെ തെള്ളി കളിക്കുന്നത് കാണാന്. നെക്ടർ എന്നാണ് ഈ മീനിന്റെ പേര് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതാണ് സിലോപ്പി. ഇതിപ്പോ ചെറുതാണ്, ഇത് കുറച്ചും കൂടി വലുതായിട്ടാണ് ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ മീനൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങിയപ്പോ നേരത്തെ പോയ താറാക്കൂട്ട് തിരിച്ചു വരുന്നുണ്ട്. അത് കൂട്ടത്തോട് വരുന്നത് നോക്കി നോക്കി നിൽക്കുകയാണ് ഞങ്ങള്. പിന്നെ ഇവിടെ 2 ഡോഗുകളെയും കൂടി വളർത്തുന്നുണ്ട്. മീൻകുളത്തിന്റെ പ്ലാൻ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മൾബറി ട്രീ. നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ മരമാണ്. മീനുകൾക്ക് ആവശ്യമുണ്ടായത് കൊണ്ടാണ് ഇത് ഇവിടെ വളർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. 1 മാസം കൂടി കഴിഞ്ഞ് വരികയാണെങ്കിൽ ഈ മീനുകളൊക്കെ ഒന്ന് വലുതായി കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പച്ചി തൊടിയിൽ നിന്ന് കുറച്ച് പൂളൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ നേരെ പോകുന്നത് തിരുവാലിയിലുള്ളൊരു വലിയ കുളത്തേക്കാണ്. ഇത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഞങ്ങൾ വീഡിയോ എടുക്കില്ലെന്ന് കരുതിയിട്ടൊന്ന് കാണിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ഈവനിങ് കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ഇത് സാധാരണ കുളമല്ല, ഒരു അത്യാവശ്യം വലിയ കുളം തന്നെയാണ്. എനിക്ക് ഈ കുളം കണ്ടിട്ട് ചാടാൻ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം കാണാം. ബായ്.